അഗ്രികൾച്ചർ ലാൻഡ് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടക്കണത് വേണ്ടിയോ? പല ആൾക്കാരും ചോദിച്ചൊരു ഡൗട്ടാണ്. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, ടാക്സ് അടക്കേണ്ടാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ലാൻഡിനെ രണ്ടായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, മറ്റേത് അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നിയമപ്രകാരം നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ നിയമപ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ റൂറൽ അഗ്രികൾച്ചർ ലാൻഡിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ലാഭത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, എന്താണ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്നുള്ളത്. അപ്പോൾ റൂറൽ അഗ്രികൾച്ചർ ലാൻഡിനെ നമുക്ക് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു പഞ്ചായത്ത് എടുക്കുക, നമുക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തി ഉണ്ടാവും, അതിനെ നമ്മൾ ലോക്കൽ ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു ലോക്കൽ ലിമിറ്റിൽ 10,000-ൽ താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ, നമ്മളെ ലാസ്റ്റ് സെൻസെക്സ് പ്രകാരം 10,000-ൽ താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ ആ ഒരു ഏരിയ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കും. ആ ഏരിയയിലുള്ള കൃഷിഭൂമി റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോപ്പുലേഷൻ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ 10,000-ന് മുകളിൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതെന്തായിരിക്കും, അർബൻ ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് അർബൻ ഏരിയയിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെക്കുക, 10,000-ന് താഴെയാണ് ഒരു ലോക്കൽ ലിമിറ്റിൽ നമ്മുടെ പോപ്പുലേഷൻ വരുന്നതെങ്കിൽ ആ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അർബൻ ഏരിയയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ആ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇനി അർബൻ ഏരിയ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. അപ്പോൾ ഞാൻ കാണിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒരു ലോക്കൽ ലിമിറ്റിൽ 10,000-നും 1,00,000-നും ഇടക്കാണ് പോപ്പുലേഷൻ എങ്കിൽ അതിൻ്റെ അതിർത്തി കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ ചുറ്റളവ് വരെയും അർബൻ ഏരിയ തന്നെയായിരിക്കും, ഞാൻ കാണിക്കുന്നത് പോലെ. രണ്ടാമത്തത് 1,00,000-നും 10,00,000-നും ഇടക്കാണ് ഒരു ലോക്കൽ ലിമിറ്റിൽ നമ്മളെ പോപ്പുലേഷൻ വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 6 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അർബൻ ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യും. 10,00,000-ന് മുകളിലാണ് നമ്മുടെ ഒരു ലോക്കൽ ലിമിറ്റിൽ വരുന്ന പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ അതിന് 8 കിലോമീറ്റർ ചുറ്റളവിലും അർബൻ ഏരിയ ആയിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ പുറത്തുള്ള ഒരു ഭൂമി ആയിരിക്കും എന്തായിട്ട് വരിക, റൂറൽ അഗ്രികൾച്ചർ ലാൻഡായിട്ട് വരിക. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് നമ്മളെ നിയമപ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല, അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിലും അത് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ലാഭം നമ്മൾ പിന്നെയും ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തില്ല, ടാക്സ് അടക്കേണ്ട ആവശ്യം വരില്ല, അതിനും എക്സംഷൻ കിട്ടും. പിന്നെ ഒരു ചെറിയ കണ്ടീഷൻ ഉള്ളത്, അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് 2 വർഷത്തിനിടയിലായിട്ട് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എക്സംഷൻ കിട്ടുക.